നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൺ ഡിയോറിന് ഏറെ അർഹത ഒസ്മാൻ ഡെമ്പലേക്കാണ് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നതെങ്കിലും ലാമിൻ യമാലിനെയും പലരും ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കിലിൻ എംബാപ്പയോട് തന്നെ ചോദിക്കുന്നു, ഒസ്മാൻ ഡെമ്പലെ ഓർ ലാമിൻ യമാൽ, നിങ്ങൾ ബാലൺ ഡിയോറിൽ വോട്ട് ചെയ്യുകയാണെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യും? വല്ലാത്ത ചോദ്യമാണ്. ഇപ്പോൾ യുവേഫ നേഷൻസ് ലീഗിൻ്റെ 3-ാം സ്ഥാന മത്സരത്തിൽ ഇന്ന് ഫ്രാൻസ് ജർമ്മനിക്കെതിരെ കളിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഇന്നലെ നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ഈ ചോദ്യം അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമിലെ സാധാരണ ഡംബലേക്ക് കൊടുക്കുമോ, അതല്ല ബാഴ്സലോണയുടെ താരം സ്പാനിഷ് താരം ലാമിൻ യമാലിന് കൊടുക്കുമെന്ന ചോദ്യം. അപ്പോൾ എംബാപ്പയുടെ മറുപടിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അദ്ദേഹം പറയുന്നു, ഞാൻ ഡംബലേക്ക് വോട്ട് ചെയ്യണോ? അങ്ങനെ ചോദിച്ചാൽ യെസ്. ഇനിയിപ്പോൾ ഞാനത് വിശദീകരിക്കണോ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? നമ്മൾ സംസാരിക്കുന്നത് യമാലിനെയും ഡംബലെയും കുറിച്ചാണ്. തീർച്ചയായിട്ടും ഞാൻ ഡംബലേക്ക് വോട്ട് ചെയ്യും, സംശയമില്ല. അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്നാണ് ഇപ്പോൾ കിലിൻ എംബാപ്പെ പറയുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതേ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഉണ്ടെങ്കിൽ, വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതേ ചെയ്യാൻ പറ്റുമല്ലോ, എന്താ സംശയം? എന്നിട്ട് അദ്ദേഹം വീണ്ടും വിശദീകരിച്ച് പറയുകയാണ് ഡംബലയുടെ കാര്യത്തിൽ. ഡംബലെ ഒസ്മാൻ മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ ഇവോൾവ് ചെയ്ത് വന്നത്. ഇപ്പം കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ തവണത്തെ ബാലൺ ഡിയോറിൽ നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. സോ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്ലെയറെ കുറിച്ച് ഇന്നയാൾ ഇത് വിൻ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നോക്കുക, ഒരുപാട് കാര്യങ്ങൾ നൗ ആൻഡ് ദെൻ സംഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സെപ്റ്റംബറിലാണ് അടുത്ത ബാലൺ ഡിയോർ കൊടുക്കുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും സംഭവിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഒസ്മാൻ ഓർ ലാമിൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ടാണ് ഞാനിതിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. എൻ്റെ വോട്ട് തീർച്ചയായിട്ടും ഡംബലേക്കായിരിക്കും എന്നാണ് എംബാപ്പയുടെ മറുപടി. ഇനിയിപ്പോൾ എന്തും സംഭവിക്കാം, കാരണം അതാണ് ബാലൺ ഡിയോറിന് കഴിഞ്ഞ തവണയൊക്കെ കൃത്യമായിട്ട് പച്ചയ്ക്ക് തെളിഞ്ഞതാണ്. ഈ എന്തും സംഭവിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.